കോഴിക്കോട് വൻ ലാഭം വാഗ്ദാനം ചെയ്ത് ജ്വല്ലറി നിക്ഷേപം നടത്തി 350 കോടി രൂപ തട്ടിയതായി ആരോപണം. സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉടമകളാണ് തട്ടിപ്പ് നടത്തിയതെന്ന് RR ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഏകദേശം 6000-ഓളം പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നാണ് ഭാരവാഹികളുടെ വാദം. കേരളത്തിലെ വിവിധ ജില്ലകളായ കോഴിക്കോട്, എറണാകുളം, കണ്ണൂർ എന്നിവിടങ്ങളിലും തമിഴ്നാട്, കർണാടക, ഉത്തർപ്രദേശ്, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുമായി 6000-ഓളം പേർ തട്ടിപ്പിനിരയായെന്നാണ് പുറത്തുവരുന്ന വിവരം. സംസ്ഥാനത്ത് 9 ജ്വല്ലറികളാണ് തൃശൂർ സ്വദേശികളായ രാകേഷ് രവീന്ദ്രൻ, രജീഷ് രാജേന്ദ്രൻ എന്നിവർ ചേർന്ന് ആരംഭിച്ചത്. കൺസോർഷ്യം രീതിയിലും 10 ലക്ഷം രൂപ വീതം നിക്ഷേപം സ്വീകരിച്ചുമാണ് ജ്വല്ലറി ആരംഭിച്ചത്. സ്വർണ്ണാഭരണങ്ങൾക്ക് മുൻകൂർ പണം വാങ്ങിയും ആളുകളെ വഞ്ചിച്ചതായും ആരോപണമുണ്ട്. 1 ലക്ഷത്തിന് 900 രൂപ തിരികെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു പണം വാങ്ങിയത്. സിനിമാ താരങ്ങളടക്കമുള്ളവരെ ഉദ്ഘാടനങ്ങളിൽ പങ്കെടുപ്പിച്ചുമാണ് നിക്ഷേപകരുടെ വിശ്വാസ്യത നേടിയതെന്നും RR ആക്ഷൻ കമ്മിറ്റി പ്രസിഡന്റ് സുനിൽകുമാർ PM കൈരളി ന്യൂസിനോട് പറഞ്ഞു. 900 രൂപ വെച്ചിട്ട് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോരുത്തർക്കും 900 വെച്ചിട്ട് നമുക്ക് തിരിച്ചു തരുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചോദിച്ചത് അങ്ങനെ കൊടുക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരെണ്ണം ഞങ്ങൾക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് തൃശ്ശൂർ തന്നെ, ഒരുപാട് ജോലിക്കാരുണ്ട്. ഞങ്ങൾ പള്ളത്ത് ജ്വല്ലറീൻ്റെ ആൾക്കാരാണ്. എന്നാൽ പള്ളത്ത് ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ജ്വല്ലറിയാണ് തൃശ്ശൂർ ജില്ലയിൽ. ദുർലഭ ആൾക്കാർക്ക് മാത്രം 2-3 ആൾക്കാർക്ക് മാത്രമേ ഇന്ത്യയിൽ തന്നെ ആ ബുള്ളി ലൈസൻസ് ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ. രാഷ്ട്രീയ നേതാക്കളുടെ പിന്തുണയുണ്ടെന്ന് നിക്ഷേപകരെ വിശ്വസിപ്പിക്കുകയും ചെയ്തു. ഇതിനായി ഇവരുടെ ചിത്രങ്ങളും പങ്കുവച്ചു. നമ്മൾ മുഖ്യമന്ത്രിയുടെ ഒരു വീഡിയോ ഉണ്ട്, അത് ഇതിൻ്റെ കൂടെ നമുക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടതാണ്. എന്താ വെച്ചാൽ ആ മുഖ്യമന്ത്രീൻ്റെ കൂടെ ഇയാൾ സംസാരിക്കുന്നതിൻ്റെ ആ വീഡിയോ എടുത്ത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഫണ്ടുകൾ മുഴുവൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തട്ടിപ്പ് മനസ്സിലാക്കി പലരും പണം മടക്കി ചോദിച്ചു. അക്കൗണ്ട് മരവിപ്പിക്കപ്പെട്ടതിനാലാണ് പണം മടക്കി നൽകാൻ കഴിയാത്തത് എന്നാണ് ജ്വല്ലറി ഉടമകളുടെ വാദം. നിലവിൽ 30ഓളം കേസുകൾ ഇവർക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.